കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് എപ്പോഴും വീഴ്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത് സംഭവിക്കുന്നു. കൊച്ചു കുട്ടിക്ക് പോലും ആശുപത്രിയിലേക്ക് ചികിത്സ തേടി പോകാൻ കഴിയാത്തൊരവസ്ഥ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സംഭവം അന്വേഷിക്കാനായിട്ട് ഇന്ന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവിച്ചായിരുന്നാലും ഒരു അന്വേഷണമൊക്കെ തന്നെ നടത്തും, റിപ്പോർട്ടൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ അതിലൊരു തുടർ നടപടി ഉണ്ടാകില്ല. ഇന്ന് ഈ കുട്ടിയുടെ അവയവം മാറിയുള്ള ശസ്ത്രക്രിയ, അതിലൊരു നടപടി എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പൊതുസമൂഹമുള്ളത് നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു കളങ്കം വരുത്തിക്കൊണ്ട്, അതിന് സൽപ്പേരിൻ്റെ കളങ്കം വരുത്തിക്കൊണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്ന ഒരു പരാതിയുമായി കുടുംബം രംഗത്തെത്തുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരി ഈ കൈയുടെ 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാൻ എത്തിയിരുന്നു. പക്ഷേ ഡോക്ടർ ചെയ്തത് കൈക്ക് മാത്രമല്ല നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഇത് പിന്നീട് കുടുംബം പുറത്തു പറയുകയും വലിയ വാർത്തയാവുകയും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തലത്തിലേക്കെല്ലാം എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരം പോലീസ് കേസ് എടുത്തിരുന്നു. ഇതിന്റെ ഒരു തുടർ നടപടിയാണെന്നാണ് ഇപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ മെഡിക്കൽ ബോർഡ് ചേരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ACPയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് ചേരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മെഡിക്കൽ ബോർഡിന്റെ പ്രധാനപ്പെട്ട രീതികൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ സമയത്തെ ഡോക്ടർമാർ, രജിസ്റ്ററുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യ രീതിയുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളെല്ലാം അത്തരത്തിൽ ഈ മെഡിക്കൽ ബോർഡിൽ നിന്ന് യോഗം ചേരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തും, പോലീസ് നൽകിയ മൊഴികൾ പരിശോധിക്കും. ഇനി തുടർന്ന് ഈ കേസിന്റെ തുടർ നടപടികൾ തീർച്ചയായും സ്വാധീനിക്കുന്നത് ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് തന്നെയായിരിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഏത് തലത്തിലേക്കായിരിക്കും ഈ കേസ് ഇനി പോവുക എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ സസ്പെൻഷനിലായ ഡോക്ടർ പക്ഷേ നേരത്തെ ഒരു വാദവുമായി രംഗത്തെത്തിയത്, അതായത് പോലീസ് നൽകിയ മൊഴിയിലും പറയുന്നത് ഈ നാവ് ഒരു കെട്ട് ശ്രദ്ധിച്ചതുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ ചെയ്തത്. ഈ കൈയിന്റെ വിരലിലും ശസ്ത്രക്രിയ ചെയ്തിരുന്നു, പക്ഷേ ഈ നാക്കിലെ കെട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, അതിന്റെ ഭാഗമായി അത്തരത്തിൽ ചെയ്തത് എന്നുള്ള ഒരു ന്യായവാദവുമായി ഡോക്ടർ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഡോക്ടർമാരുടെ സംഘടനയടക്കം ഇത്തരത്തിൽ ഈ ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ട് നേരത്തെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധമായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഉയർന്നിരുന്നത്. വീട്ടുകാർ ഉറച്ചു നിൽക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് കുട്ടിയുടെ നാവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഇനി സർജറി നടത്തണമെങ്കിൽ തന്നെ കുടുംബത്തിന്റെ ഒരു ആവശ്യം, അതായത് കുടുംബത്തിന്റെ ഒരു അനുമതി അത്യാവശ്യമാണ്. അത്തരത്തിൽ യാതൊരു അനുമതിയും ഡോക്ടർ തേടിയിരുന്നില്ല എന്നും കുടുംബം പറയുന്നു. മാത്രമല്ല, ആ സമയത്ത് ഈ ഡോക്ടർ ഈ കുടുംബത്തിനോട് മാപ്പ് പറയുകയും തെറ്റുപറ്റിയ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതി നൽകുകയും ചെയ്തിരുന്ന എന്നൊരു വിശദീകരണമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. എന്തായാലും മെഡിക്കൽ ബോർഡ് ഇന്ന് ചേരും. കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ അന്വേഷണത്തിന്റെ തുടർ നടപടിയെ സ്വാധീനിക്കുന്നത് തീർച്ചയായും മെഡിക്കൽ ബോർഡിന്റെ ഈ റിപ്പോർട്ട് തന്നെയായിരിക്കും. എന്തായാലും ഈ അവയവമാറിയുള്ള ശസ്ത്രക്രിയകളൊക്കെ തുടർന്നാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ പിഴവുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം എന്ത് തീരുമാനം ഈ കാര്യത്തിൽ കൈക്കൊള്ളുമെന്നൊക്കെ തന്നെ അറിയാൻ കഴിയും. ആനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.